ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓണം വന്ന് എത്തി. നമ്മുടെ ബാലനും ആകാശും കൂടെ ചേർന്ന് എല്ലാവർക്കും ഉള്ള ഓണക്കോടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് കൊണ്ടൊന്ന് ഭാര്യയെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞു, ഇപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ബാലൻ പറഞ്ഞു, നമ്മൾ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു പക്ഷേ കൃഷ്ണമംഗലത്തുകാർക്ക് സങ്കടം ഉള്ളതുകൊണ്ടാവാം നീ അങ്ങനെ പറഞ്ഞത്. അതോർത്ത് നീ വിഷമിക്കേണ്ട ഗോമതി. നമ്മുടെ ഈ ഓണാഘോഷം ചിലപ്പോൾ അവരുടെ വിഷമമൊക്കെ മാറ്റാനായിട്ട് സഹായിച്ചാലോ. അപ്പം മീനും ഇങ്ങനെ തലയും ചൊറിഞ്ഞ് നിൽക്കുക. അപ്പോൾ ശരിയാ അച്ഛൻ പറഞ്ഞത്, ഇവിടുത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ അവിടുത്തെ സങ്കടം പതുക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് ആനന്ദും പറയാം. അപ്പോൾ എന്തായാലും ഇത്ര കാണിച്ചത് അതൊരു ബുദ്ധിമോശം തന്നെയാണ് എന്ന് കരുതി മറ്റുള്ളവരെ എല്ലാവരെയും നമ്മൾ വിഷമിപ്പിക്കണോ? അതിൻ്റെ പേരിൽ എന്ന് നമുക്ക് ദുഃഖിച്ചിരുന്നാൽ പറ്റുമോ? മനസ്സൊക്കെ മറ്റു കാര്യങ്ങളിലേക്ക് ബാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം മറിയും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മകൻ, അമ്മേ നാളെ നമുക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഗംഭീര ഓണാഘോഷം തന്നെ നടത്തണമെന്ന് ആകാശം പറയുന്നു. അതുപോലെ ആനന്ദും പറയുന്നു. ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് മീനുവിനും ഗോമതിക്കും ടെൻഷനാട്ടോ. അപ്പം മീനു, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു ആകാശം. ആദ്യം നമ്മൾ ആഘോഷിക്കുന്നു മീനു. എടാ ആനന്ദേ, ആരിനെപ്പോൾ എത്തുമെന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കണം, അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് മീനുവിനോട് പറഞ്ഞു. അങ്ങനെ മീനു ഇതെല്ലാം കൊണ്ടുപോയി വെക്കുന്നു. പിറ്റേ ദിവസമായി ഇവരിതേ നല്ല പാട്ടും ഓണവും കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവിടെ അത്തപ്പൂക്കൾ ഇടുന്നു, മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ ആര്യനും അതുപോലെ മിത്രയും കൂടി വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അമ്മയ്ക്കും ചേച്ചിക്കും ചങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തും. ആ ഒരു ടെൻഷനിലാണ് ഇവിടെ. പിന്നതേ പാചകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും. അപ്പോൾ ഗോമതി ഒന്നും ചെയ്യുന്നില്ല. ഗോമതി എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ബാലൻ ശ്രദ്ധിക്കുന്നുണ്ടേ. ബാലൻ എന്നിട്ട് ഗോമതി ഇങ്ങനെ നോക്കുക. ഗോമതി, തനിക്കിത് എന്താ പറ്റി? താനെന്താ ഇങ്ങനെ നിൽക്കുന്നേ? അത് പിന്നെ ബാലേട്ട, ഞാൻ ഒന്നുമില്ല ബാലേട്ട, ഒന്നുമില്ലെന്നും പറഞ്ഞു ഗോമതി നിൽക്കുന്നു. പക്ഷേ ഗോമതിക്ക് ആ ഒരു ടെൻഷനാണല്ലോ, അത് ബാലൻ അറിയില്ലോ. പിന്നെ ചറപറാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഷ്ണങ്ങൾ പിന്നെ അരിയലായി ഗോമതി. അത് നിർത്തുന്നില്ല. ഫുൾ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വരാതെ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെയും ഇത്രയാണ്. അവർ രണ്ടുപേരും കൂടി വരുന്ന വഴിക്ക് ഒരിടത്ത് ഇറങ്ങി. അത് കഴിഞ്ഞ് ആര്യൻ പറയുകയാണ്, അതേ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് എത്തും. നിനക്കതറിയാവല്ലോ. വലിയൊരു സന്തോഷം അവിടെ പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. വലിയൊരു സംഘർഷം തന്നെ അവിടെ ഉണ്ടാകും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അമ്മയെ ഒറ്റിക്കൊടുക്കരുതെന്നുള്ള കാര്യം ആര്യൻ മിത്രയോട് പറയുവാണ്. ഇതൊക്കെ കേട്ട് മിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അമ്മ പറഞ്ഞിട്ടാണ് കല്യാണം നടന്നതെന്ന് നീ ആയിട്ട് ആരോടും പറയരുതെന്ന് പറയും ആര്യൻ നമ്മുടെ മിത്രയോട്. വീട്ടിൽ അച്ഛനും ഏട്ടന്മാരും ഒക്കെ ചോദിക്കും. അവരോടൊക്കെ മറുപടി നേരത്തെ ഗുരുവായൂരിൽ വെച്ച് തീരുമാനിച്ചതുപോലെ തന്നെ പറയണമെന്ന് പറയണം. അപ്പോഴും മിത്രയൊന്നും മിണ്ടുന്നില്ല. ആര്യനാണ് എല്ലാം പറയുന്നത്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നിന്നോട്. അതെ, ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി. അതൊരു പക്ഷേ വെറും ഒരു ചടങ്ങ് മാത്രമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ത്യാഗം മാത്രമാണത്. പക്ഷേ മനസ്സുകൊണ്ട് നിന്നെ ഭാര്യയായി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ആര്യൻ മിത്രയോട് പറഞ്ഞു. മിത്ര അന്നേരം എന്തുകൊണ്ട് ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മറ്റുള്ളവരുടെ മുന്നിൽ മാത്രമേ നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരിക്കത്തുള്ളൂ എന്ന കാര്യവും ആര്യൻ ഇങ്ങനെ മിത്രയോട് പറയുന്നു. മിത്ര ഒന്നും മിണ്ടുന്നില്ല. മനസാക്ഷിക്ക് മുന്നിൽ നമ്മൾ പഴയ ശത്രുക്കൾ തന്നെ ആയിരിക്കുമെന്നും ആര്യൻ മിത്രയോട് പറയാം. ഒരു ഭർത്താവ് എന്നുള്ളൊരു നിലയ്ക്കുള്ള കടമകളോ ഒന്നും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്നൊക്കെ മിത്രയോട് പറയാം കേട്ടോ. മിത്ര ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ എന്നുള്ള നിലയ്ക്കുള്ള സഹകരണം നിന്നിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല എന്നും ആര്യം പറയുന്നു. അതിനും മിത്ര മിണ്ടുന്നില്ല. ആര്യന് പറയാനുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട്. എനിക്കറിയാം നിന്നെ താലി കെട്ടേണ്ടി വന്നതിൽ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നോ, അതിനപ്പുറത്തെ വിഷമം എന്നെ ഭർത്താവാക്കിയതിൽ നിനക്കുണ്ട് എന്നുള്ളതെന്നും നമ്മുടെ ആര്യൻ തുറന്നങ്ങ് പറയുക. അപ്പോഴും ഇത്രയൊന്നും മിണ്ടിയില്ല. അനുഭവിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. അനുഭവിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയും വേണമെന്ന് ആര്യൻ മിത്രയോട് പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ആ ഒരു അഭിനയം, അങ്ങനെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആര്യൻ ഉള്ള കാര്യങ്ങളെല്ലാം മിത്രയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഒരു പക്ഷേ ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു അഭിനയമായിരിക്കും നമ്മുടെ ഈ ജീവിതമെന്നും ആരും പറയണം. നമ്മൾ രണ്ടുപേരും വിവാഹത്തിൻ്റെ പക്വത എത്താത്തവരാണെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. ജീവിതത്തെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങളും നമുക്കുണ്ടായിരുന്നു. എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. നിനക്കും നിൻ്റേതായ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ രണ്ടുപേരുടെയും സ്വപ്നം ഏതാണ്ട് തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും രണ്ടുപേർക്കും പരസ്പരം ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് പ്രകടിപ്പിക്കരുത്. അതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം ആകരുതെന്നും പറഞ്ഞു. പിന്നെ
ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും എന്നോട് നീ അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നമ്മുടെ ആരും പറയാം. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടി വരും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറയാതെ തന്നെ എല്ലാം ഞാൻ മനസ്സിലാക്കിയതാണെന്നും ഇത്ര പറയാം. ആര്യൻ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ പെട്ടുപോയവരാ. ശരി തന്നെയാ, ഇനി അത് അനുഭവിച്ചേ പറ്റൂ, അഭിനയിച്ചേ പറ്റൂ എന്നും മിത്ര ആര്യനോടും പറയുന്നു. ഭയങ്കര സങ്കടത്തിലാണ് പറയുന്ന മിത്രയെ. എനിക്ക് സഹതാപവും അനുകമ്പയും ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതെന്തുകൊണ്ട് നീ എൻ്റെ അമ്മയോട് പറഞ്ഞില്ല? ഇത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്നു മിത്ര. ഇത് അമ്മയോട് തിരിച്ച് പറഞ്ഞുകൂടായിരുന്നു ചോദിച്ചപ്പോൾ ആരും പറയാൻ മറുപടിയില്ല. അപ്പോൾ അമ്മ ചോദിച്ചില്ലേ വിവാഹത്തിന് സമ്മതമാണെന്നു? അപ്പോൾ അല്ലെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്നും മിത്ര ആര്യനോട് ചോദിക്കുക. അപ്പം നീ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് അമ്മ കരുതി കാണുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ജീവിതം ഇല്ലാതാക്കുന്നതിലൂടെയാണോ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് എന്ന് മിത്ര ചോദിക്കാം. ഒരു ജീവിതമല്ല, 2 ജീവിതമാണ് ഇപ്പം ഇല്ലാതായിരിക്കുന്നത്, എൻ്റെയും നിൻ്റെയും. എൻ്റെ ജീവിതം ഈ വിവാഹത്തോടെയാണ് തീർന്നത്. പക്ഷേ നിന്റെ ജീവിതമോ ആ ഫ്രോഡിനെ പരിചയപ്പെട്ടതോടുകൂടി ഇല്ലാതായതാ. അപ്പം അവൻ ഫ്രോഡ് തന്നെയാണ്. പക്ഷേ എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കാല് പിടിക്കാൻ വന്നിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഔദാര്യം ചെയ്തതായിട്ടൊന്നും ആരും കരുതണ്ട എന്നും പറഞ്ഞ് മിത്ര ആര്യനോട് പറയുന്നു. അപ്പോഴും മിത്രയുടെ ആ ഒരു ഇത് മിത്ര ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുതിയ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുന്നേ വഴക്ക് തുടങ്ങി, രണ്ടും കൂടെ പോവുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ ദേവമംഗലത്ത് അവർ സദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നു. എല്ലാവരും ഇലയിടുന്നു. അങ്ങനെ അമ്മയും മീനുവും മാത്രം ഒരു സൈഡിൽ മാറി നിന്നിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ട് അവശതയാവുക. എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി. മീനാക്ഷി, ചിലപ്പോൾ നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ഗോമതി ചോദിക്കുകയാണ് മരുമകളോട്. ആനന്ദേട്ടനും ബാലേട്ടനും ഒക്കെ ഈ കല്യാണത്തിന് അനുകൂലമായി ഇടപെട്ടാ? അപ്പോൾ അമ്മ ഇപ്പോൾ ഒന്നും കരുതണ്ട. എന്തായാലും കുറച്ച് സമയത്തിനകം നമുക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയുമല്ലോ. അമ്മ ഇങ്ങനെ പേടിച്ചല്ല അവരെ അറിയിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു മീനു ധൈര്യം കൊടുക്കും. അമ്മ അങ്ങോട്ടേക്ക് ചെല്ല്, ഇങ്ങനെ മാറി നിന്നാൽ അവർക്ക് സംശയമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു ബാലൻ. അമ്മ മിത്രയെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് ആനന്ദ് ചോദിച്ചു. ഇനിയും ആ സങ്കടം മനസ്സിൽ ചുവന്നുകൊണ്ട് നടക്കാതെ എന്ന് പറഞ്ഞു അന്നേരം മകൻ. അയ്യോ അതൊന്നും അല്ല കേട്ടോ എന്ന് ഗോമതി പറയാം. പിന്നെന്താണെന്ന് ബാലൻ ചോദിച്ചു. അല്ല അവിടെ ഊണൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ ഓണം ആഘോഷിക്കുന്നതിൻ്റെ അപ്പം അതിൻ്റെ ഒരു സങ്കടവും വേണ്ട. ദേ അവർ നമ്മളോടൊപ്പം ചേരാനായിട്ട് ആഗ്രഹിച്ചാൽ നമുക്കത് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്താ ചന്നു മീന് ചോദിച്ചു. അത് പിന്നെ ഗോമതി പറഞ്ഞത് ശരിയാ, അവിടെ അവർ സങ്കടപ്പെട്ടിരിക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ ഓണം ആഘോഷിക്കുമ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് മനസ്സിലാകും. ഒരു ഓണം എന്ന് പറയുന്നത് വെറും ഓണക്കോടി കൊണ്ട് മാത്രമല്ലല്ലോ, അതിൻ്റെതായ അർത്ഥമില്ലേ, സ്നേഹം, അതുപോലെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതിനെന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ കൃഷ്ണമംഗലത്തുകാരോടുള്ള ഇഷ്ടം കൂടാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവരൊന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകുന്നതിന് കുഴപ്പമില്ല എന്ന്. പക്ഷേ ഇന്നിപ്പോൾ കൃഷ്ണമംഗലം ഒരു തകർച്ചയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ അവസരം മുതലെടുക്കുകയാണെന്ന് അവർ വിചാരിച്ചാലോ അങ്ങനെയൊക്കെ ബാലൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നാലും നമുക്കതൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ധർമ്മനും അവരെല്ലാവരും കൈയടിച്ചു. അടിപൊളി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും മീനുവിൻ്റെ ഉള്ളിൽ ടെൻഷനും കൊണ്ട് പൊട്ടി ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ ഗോമതിയുടെയും. പക്ഷെ പേടിച്ചിട്ടാണെങ്കിലും ഇവർ രണ്ടൊരു കൈ അടിക്കുന്നുണ്ട്, ഇവരെ കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ അവരെല്ലാവരും നല്ല സന്തോഷമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുന്നു. ഈ സമയത്ത് ആര്യനും ഇത്രയും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ദിരാമയാണ് പുറത്തിറങ്ങി ദേവമംഗലത്തേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ അമ്മ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, ആദ്യം എനിക്ക് എൻ്റെ മിത്രമോളെ ഒന്ന് കാണണം, എന്നിട്ട് മതി എനിക്ക് ഭക്ഷണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ പറയാം. അമ്മേ, നടക്കാത്ത കാര്യങ്ങൾക്ക് അമ്മ ഇങ്ങനെ വാശി പിടിക്കരുതെന്ന നേരത്തിനും നന്ദിത വന്ന് പറഞ്ഞു. നമ്മളെക്കുറിച്ചൊന്നും ഓർക്കാതെ അവൾ ദൂരെ എങ്ങോ പോയി, അവൾ പോട്ടെ അമ്മേ, നമുക്കിനി വേണ്ട അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കളിയും ചിരിയും ഒക്കെ ഇപ്പോഴും ഈ വീട്ടിൽ എനിക്ക് കേൾക്കാൻ നന്ദിത ഇല്ലേ, ശരിയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരങ്ങ് സങ്കടപ്പെടുക. കഴിഞ്ഞ ഓണത്തിനൊക്കെ അവളിവിടെ പൂക്കളം ഇട്ട് ഊഞ്ഞാല് കെട്ടി അവൾ എന്തെല്ലാം ചെയ്ത ഓണപ്പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞ് മിത്രയെക്കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിത്രയും ആര്യനും വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും വന്നതും ഇതൊന്നും അറിയുന്നില്ല. അപ്പം അമ്മ അവളെ മറന്നേ പറ്റൂ, ഇനി അവളെക്കുറിച്ച് ചിന്തിക്കരുതെന്നും പറഞ്ഞ് അനന്തൻ അങ്ങ് ഇറങ്ങി വന്നപ്പോൾ അതൊക്കെ പറയാൻ എളുപ്പമാടാ, പക്ഷെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ നിനക്ക് പറ്റുമോടാ എന്ന് അമ്മ ചോദിച്ചപ്പോൾ പറ്റണം, ശത്രുക്കൾക്ക് പോലും കുറച്ചൊരു ദയവുണ്ടാകും. പക്ഷേ ഇവള് കണ്ണിൽ ചോരയില്ലാതെയാ നമ്മളെ തളർത്തി കളഞ്ഞതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് അമ്മയെന്നും വിളിച്ച് കയ്യിലൊരു പാത്രമൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അതെ, എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു. നീ എന്താന്ന് പറ. അപ്പോൾ ഇതിൽ കുറച്ച് പായസമാണെന്ന് പറഞ്ഞു. പായസമോ? എവിടെ നാടാ ഈ പായസം എന്ന് ചോദിച്ച് അനിയൻ ഇറങ്ങി വന്നു.
അപ്പോൾ ദേവമംഗലത്തെ അളിയനും ഗോമച്ചേച്ചും കൊണ്ട് തന്നാന്ന് പറഞ്ഞപ്പോൾ എന്ത് ധൈര്യത്തിനാടാ നീ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഞാനായിട്ട് വാങ്ങിയതല്ല, അളിയൻ നിർബന്ധിച്ച് തന്നു വിട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ ധർമ്മൻ. അപ്പോൾ അച്യുതൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അല്ല, നിങ്ങളാരെയും കളിയാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ അതിനൊന്നും അല്ലാട്ടോ അളിയൻ ഇത് തന്നു വിട്ടത്, ഒരു സ്നേഹം പങ്കുവയ്ക്കാൻ അങ്ങനെയാ അളിയൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കുക. അനന്തൻ്റെ മുഖത്ത് അത്ര വലിയ ശത്രുതയൊന്നുമില്ല. ഏട്ടാ, ഇവിടെ ഓണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ വിഷമം മാറാനും കൂടി വേണ്ടിയിട്ടാണ് അളിയനിത് തന്നു വിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അനന്ത നോക്കി നിൽക്കും കേട്ടോ. അയ്യോ, ഞാനായിട്ട് നിർബന്ധിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാനിത് മടക്കി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദിതേ, നീ ചെന്ന് ഗ്ലാസ്സുകൾ എടുത്തു വെക്കാൻ പറഞ്ഞു അനന്തൻ. നമുക്ക് ഇന്ന് ഈ ഓണപ്പായസം കുടിക്കണം, അപ്പം അത് വേണോ ഏട്ടാ എന്ന് അച്യുതൻ ചോദിച്ചപ്പം അത് വേണോ അച്യുതാ, നമ്മൾ ഓമനിച്ച് വളർത്തിയ മോള നമ്മളെ തള്ളിക്കളഞ്ഞ് ഒരു ശത്രുവിനെ പോലെ അകന്നു പോയിരിക്കുന്നത്. ശത്രുവായിരുന്നവരുതേ സ്നേഹം കൊടുത്തു വിട്ടിരിക്കുന്നു, ഇത് നിരസിക്കേണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ് അപ്പോൾ ബാലനെ ഇവർ അംഗീകരിക്കുന്നതിന് തുല്യമാക്കി എടുക്കുന്നു. ആ സമയത്ത് ഈ വീട്ടിൽ നടന്ന ഈ ദുരന്തത്തിൽ അവർക്ക് വല്ലാണ്ട് സങ്കടം തന്നെയാണ് ഉള്ളത്. അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ടെന്നുള്ള കാര്യം ധർമ്മം പറയണം. പക്ഷെ രണ്ട് കുടുംബങ്ങളുടെ ശത്രുത ഈ ഓണനാളിൽ അവസാനിക്കുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കിപ്പോൾ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഭഗവാന്മാരെ മുഴുവൻ വിളിക്കാം, അപ്പം ഞാൻ തന്നെ ചെന്ന് ക്ലാസ് എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് ധർമ്മനകത്തേക്ക് ഓടിക്കയറിപ്പോയി. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ എൻ്റെ മിത്രമോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നു. ഈ സമയത്ത് ദേവമംഗലത്ത് അവിടെ അവർ ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുക. ഈ സമയത്ത് ഇവരിവിടെ ധർമ്മം കൊണ്ടുവന്ന പായസമൊക്കെ കുടിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ഒന്നിച്ച് പോയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദിരാമ്മ പറയുന്നു. ഈ സമയത്ത് ഗോമതിയും ഇത്രയും അടുക്കളയുടെ ആ മൂലയിൽ പോയി ഇങ്ങനെ നിൽക്കാട്ടെ. ഇവർക്കാണ് ഇവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ കാരണം. ഗോമതി ഗോമതി എന്നും പറഞ്ഞു ബാലൻ കടന്ന് വിളിക്കുക, വരുന്നു വരുന്നു എന്നും പറഞ്ഞു പേടിച്ച് നമ്മുടെ ഗോമതി ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ണാനായിട്ട് ഇവർ ഇരിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു. ആ സമയത്ത് ഇവർ പായസം കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഒച്ച കേട്ട് ഇവരെല്ലാവരും ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ആരാ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആരാ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അലോഹ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അലോഹ ഇറങ്ങി വന്നപ്പോൾ ധർമ്മൻ അവിടെ നിൽക്കും. അപ്പോൾ ധർമ്മനോട് ചോദിച്ചാൽ ആരാ വന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ധർമ്മനും ചെല്ലുന്നു. അപ്പോഴേക്കും ദേവമംഗലത്ത് ആ ശബ്ദം കേട്ടു. അപ്പോഴത്തേക്കും മോളേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി നെഞ്ചെടുപ്പോട് കൂടി ഇങ്ങനെ എന്താ പറയുന്നത് മീനുവിനെ ഞുറുക്കി പിടിക്കുക. പിന്നെ എല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലുന്നു. എല്ലാവരും കൂടെ ഇറങ്ങി ആ വീട്ടിലും ഈ വീട്ടിലുമായിട്ട് ഇങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മിത്രയും അതുപോലെ ആര്യനും ടെൻഷൻ അടിച്ചൊരു പരുവായി. നമ്മുടെ ആര്യൻ ആദ്യം ഇറങ്ങുന്നത്, മിത്ര വണ്ടിക്കകത്തിരിക്കുക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നല്ല കിടുക്കാച്ചി എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും